പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു പുതിയ യാത്ര പോവുകയാണ്. മഹാരാഷ്ട്രയിലെ വിവിധങ്ങളായ പ്രദേശങ്ങൾ കാണുന്നതിന് വേണ്ടിയാണ് ഞങ്ങളൊരു യാത്ര. ലോക പൈതൃക പട്ടികയിലുള്ള അജന്ത എല്ലോറ ഗുഹകളടക്കം ഞങ്ങൾ ഈ യാത്രയിൽ കാണുന്നുണ്ട്. ഞങ്ങൾ കേരളത്തിൽ നിന്നും മുംബൈയിലേക്ക് ട്രെയിനിനാണ് പോകുന്നത്. മുംബൈയിലെത്തി അവിടെ നിന്നും ഔറംഗാബാദിലേക്കാണ് ഞങ്ങൾ ആദ്യം പോകുന്നത്. ഔറംഗാബാദിലാണ് അജന്ത എല്ലോറ ഗുഹകളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. മറ്റു പല കാഴ്ചകളും അവിടെ കാണാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഡിസംബർ ആയതുകൊണ്ട് തന്നെ കൊങ്കൺ റൂട്ടിൽ നല്ല മൂടൽമഞ്ഞാണ്, നല്ല തണുപ്പും അടിപൊളി കാലാവസ്ഥയാണ്. ട്രെയിനിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഈ വീഡിയോ കാണുമ്പോൾ ട്രെയിനിൻ്റെ ശബ്ദം ഉണ്ടെങ്കിലും ഈ ഫീലിങ്സ് അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ മുംബൈയിലെത്തി. ഇതാണ് ഛത്രപതി ശിവാജി ടെർമിനസ്, പണ്ടത്തെ വിക്ടോറിയ ടെർമിനസ്. ഇത് വേൾഡ് ഹെറിറ്റേജ് ബിൽഡിംഗ് ആണ്. അടിപൊളി ഭംഗിയായിട്ട് അതിന് കാണാൻ തന്നെ അസാധ്യ ഭംഗിയാണ്. മുംബൈ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള ബോറ ബസാറിലുള്ള കോഹിനൂർ ഇന്ന് എന്ന് പറഞ്ഞ ഒരു ഡോർമെട്രിയിലാണ് ഞങ്ങൾ ഫ്രഷ് ഔട്ടായത്. വൈകുന്നേരം എത്തി. 9 മണിക്കായിരുന്നു പിന്നീട് ഞങ്ങൾ ഔറംഗാബാദിലേക്കുള്ള ട്രെയിന്. അങ്ങനെ അതിൽ കയറി അവിടുന്ന് ഫ്രഷ് ഔട്ടായി കുളിച്ച് ഫ്രഷൊക്കെയായി ഞങ്ങൾ എന്ത് ചെയ്തു, രാത്രി ട്രെയിനിൽ കയറി ഔറംഗാബാദിൽ വന്ന് റൂം എടുത്ത് താമസിച്ചു. ഇപ്പോൾ രാവിലെ ഔറംഗാബാദിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. രാവിലെ അപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയതാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത തണുപ്പുമുണ്ട്. ഞങ്ങൾ താമസിച്ച സ്ഥലമാണിത്. ഈ ഹോട്ടലിലാണ് താമസിച്ചത്. അത്യാവശ്യം നല്ല സെറ്റപ്പാണ്. ശിവ തേജ് റെസിഡൻസി. ഞങ്ങൾ യാത്ര തുടരുകയാണ്. വാഹനത്തിലാണ് നമ്മൾ പോകുന്നത്. ഇതാണ് നമ്മളെ വാഹനം. ഓക്കെ, നമ്മളെ വണ്ടീൻ്റെ സാരഥി. പിന്നെ ഞാൻ വിളിച്ചിട്ട് പിന്നെ എന്താ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ വിളിക്കാന്ന് പറഞ്ഞു. നിങ്ങളെ പേരെന്താ? രാജു ഭായ്. ഇവിടെ ഇന്നത്തെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ബീബി കാ മക്ബറ, താജ്മഹൽ ഓഫ് ഡെക്കാൻ എന്നുള്ള ഒരു ചരിത്ര പ്രസിദ്ധമായ മോണുമെൻ്റ് കാണാനാണ് ഞങ്ങൾ പോകുന്നത്. ബീബി കി മക്ബറയുടെ ചരിത്രം നമുക്ക് പരിശോധിക്കാം. ബീബി കാ മക്ബറ, സ്ത്രീയുടെ ശവകുടീരം, മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്നു. 1660 മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബിൻ്റെ മകൻ അശം ഷാ രാജകുമാരൻ തൻ്റെ അമ്മ ദിൽറാസ് ബാനു ബീഗത്തിൻ്റെ സ്മരണക്കായി നിർമ്മിച്ചതാണ് ബീബി കി മക്ബറ. ഔറംഗസേബിൻ്റെ അമ്മ മുംതാസ് മഹലിൻ്റെ ശവകുടീരമായ താജ് മഹലിനോട് സാമ്യമുള്ളതിനാൽ ഡെക്കാൻ താജ് എന്നും
ബീബി കാ മക്ബറ അറിയപ്പെടുന്നു. ഈ ശവകുടീരം യഥാക്രമം വാസ്തുശില്പിയായ അതാഉള്ളയും എഞ്ചിനീയർ ഹൻസ്പത് റായിയും ചേർന്ന് രൂപകൽപ്പന ചെയ്തതാണ്. താജ്മഹലിൻ്റെ ഡിസൈനറായ ഉസ്താദ് അഹമ്മദ് ലഹോരിയുടെ മകനാണ് അതാഉള്ള എന്ന അത്ഉല്ല. എവിടെ ടിക്കറ്റ് എവിടെ? ബുക്കിംഗ് സെൻറ്റർ. ഞങ്ങൾ ഈ ബീബി കി മക്ബറ താജ്മഹൽ ഓഫ് ഡക്കാൻ ഞങ്ങൾ ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. ഭയങ്കര ആയിട്ടുള്ള ഒരു സംഭവമാണ്. എന്തായാലും ഒന്ന് ഔറംഗസേബിന്റെ ഭാര്യ മരിച്ചപ്പോഴേ അയാളെ ഷാജഹാന്റെ പുത്രനല്ലേ ഔറംഗസേബ്. അപ്പൊ അയാൾ എന്ത് ചെയ്തു? അയാളെ അമ്മ മരിച്ചപ്പോ താജ്മഹലുമായി ഒരു സാധനം ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ്, പക്ഷെ നടന്നില്ല. ഇങ്ങനെ ആയിപ്പോയി. പാവപ്പെട്ടവരുടെ താജ്മഹലായി. അപ്പോൾ ഔറംഗസേബിന്റെ അമ്മ ഔറംഗസേബിന്റെ ഭാര്യ മരിച്ചപ്പോൾ മോനാ ഉണ്ടാക്കിയത്, മറ്റൊരുത്ത് ഭർത്താവാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ വ്യത്യാസം ഇതാണ് മക്കളെ. ബീബി കി മക്ബറ. എല്ലാം കൊണ്ടും പാവങ്ങൾ താജ്മഹലാണ്. ഫൗണ്ടെയിനിൽ വെള്ളമില്ല, ചെടികൾ നന്നായിട്ട് പരിപാലിക്കുന്നില്ല, എല്ലാ രീതിയിലും പാവങ്ങളുടെ താജ്മഹൽ. വലിയ ഒന്നുമില്ല ഇവിടെ. ഒന്നാമത് മെയിൻ്റെനൻസ് ഇവിടെ വല്ലാതെ ശ്രദ്ധിക്കില്ല തോന്നുന്നത്. ഇത് പാവങ്ങളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാവും. അല്ല, ഇത് സംഭവം എന്താ അറിയോ? ഇപ്പോഴാണ് ഇതിനെ കുറച്ചെങ്കിലും എടുത്ത ശേഷമാണ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തത്. നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. അതിൻ്റെ ഉള്ളിലെ വ്യൂ, അതിൻ്റെ ഉള്ളിൽ മൊബൈൽ
ക്യാമറ അലൗഡ് ആണോ എന്നറിയില്ല. മാക്സിമം ഐ വിൽ ട്രൈ. ആർട്ടിഫിഷ്യൽ വർക്കൊക്കെ ഗംഭീരമാണ്. ജസ്റ്റ് ലൈക്ക് താജ്മഹൽ. ഐ തിങ്ക് നിങ്ങൾ ഈ വോളിലെ വർക്കൊക്കെ കണ്ടില്ലേ? അപ്പോൾ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും നല്ല വർക്കാണ്. ഈ ചിത്രപ്പണികളൊക്കെ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഞാൻ ഇരിക്കുന്നതേ താഴോട്ട് ഇറങ്ങിപ്പോയിട്ട് മക്ബറയുടെ അടുത്തെത്താനുള്ള വഴിയാണ്. സ്റ്റെപ്പുകളാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. അവിടേക്ക് കയറാൻ അനുവാദമില്ല. അപ്പോൾ നമ്മൾ ആ മക്ബറിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ആ മക്ബറയാണ് കാണുന്നത്. ഞാൻ കാണിച്ചു തരാം വീഡിയോയിൽ. ഈ താഴെ കാണുന്നതാണ് ഈ ഔറംഗസേബിൻ്റെ ഭാര്യയെ, അദ്ദേഹത്തിൻ്റെ വൈഫിനെ അടക്കം ചെയ്താണിത്. അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ സാധനം ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. വ്യൂവിൽ ഇങ്ങനെ കാണുമ്പോൾ ആണ് കാണുന്നത്. ജസ്റ്റ് ലൈക്ക് താജ്മഹൽ. താജ്മഹലിൻ്റെ ഉള്ളിൽ നമുക്ക് ശരിക്കും ഒറിജിനൽ മക്ബറ കാണാൻ പറ്റില്ല. ഇതിനകത്താവുമ്പോൾ താഴെയുള്ള ആ ശവകുടീരം അടക്കം ചെയ്തത് നമുക്ക് താഴെ കാണാൻ സാധിക്കും. ഈ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആ ഒരു ഫീലിങ്സ് വെള്ള മാർബിളിൽ തന്നെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. മുഴുവനായിട്ടും അത്ര ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഇതല്ല യൂസ് ചെയ്തിട്ടുള്ളത്. പുറമേക്കുള്ള വ്യൂ ഇതാണ്. നമ്മളിതിൻ്റെ ബാക്ക് ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എൻ്റർ ചെയ്ത ഗേറ്റിൻ്റെ അവിടുന്ന് പുറകു വശത്തേക്ക് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. അവിടെ 4 ഭാഗവും ഒരേ രീതിയിലാണ് ഇത് കവർ ചെയ്തിട്ടുള്ളത്. ഞാനിതിൻ്റെ ഒരു 360 ഡിഗ്രി വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇതാണ് നമ്മൾ നിൽക്കുന്ന പോയിൻ്റ് ബാക്ക് ഭാഗത്ത്. ഇപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഈ ചുറ്റും മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു സംവിധാനമാണിത്. ഇതാണ് നമ്മളിതിൻ്റെ ബാക്ക് ഭാഗം എന്ന് പറയുന്നത്. നമ്മളിതിൻ്റെ ഒരു വ്യൂ ഒക്കെ നമ്മൾ കാണാം. അതായത് താജ്മഹൽ പോലെ തന്നെ 4 ഭാഗവും ഒരേ രീതിയിലാണ് ഈ സാധനം ഈ ബീബി മക്ബറ കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് പിന്നീട് നിർമ്മിച്ച മോസ്കാണ്. ഈ ബീബി മക്ബറിൻ്റെ ഭാഗമായിട്ട് പിന്നീട് നിർമ്മിക്കപ്പെട്ടതാണ് ഈ മോസ്ക്. ഒരേ സമയം 500 ആളുകൾക്ക് നിസ്കരിക്കാൻ സാധിക്കുമെന്നൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അത് എത്രത്തോളം നടക്കും എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും താജ്മഹലിൽ പോയ ആളുകൾക്കറിയാം ദാരിദ്ര്യത്തിൻ്റെ കാഠിന്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക, ഒരു രീതി ഇത് സംരക്ഷിക്കപ്പെടുന്നില്ല എന്നാണ് നമുക്ക് തോന്നുക. ഇത് കണ്ടു കഴിഞ്ഞാൽ അത്രക്ക് ഒരു ശോകനീയമായ ഒരു വാട്ടർ ഫൗണ്ടൈനൊക്കെ
അത്രയും ആ രീതിയിലാണ് ഇവിടെ നിലനിൽക്കുന്നത്. അക്ബറിൻ്റെ ബാക്ക് സൈഡിൽ എത്തിയപ്പോഴുള്ള ഇവിടുത്തെ ഈ താജ്മഹൽ പോലെ തന്നെ ഇതിന് വേറെ മറ്റൊരു ഗേറ്റാണിത്. ഇപ്പോൾ നമ്മൾ ഇതാണ് അതിൻ്റെ ഒരു വ്യൂ. ഈ ബാക്ക് ഭാഗത്തൊന്നും പ്രത്യേകിച്ച് ഈ ഗാർഡൻ പോലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. ഇതാണ് ബാക്ക് ഭാഗത്തു നിന്നുള്ള വ്യൂ. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുന്ന സമയത്ത് ഒരു താജ്മഹലുമായി നമുക്ക് ഫീൽ ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. താജ്മഹൽ എന്നുള്ള രീതിയിൽ തന്നെ നമുക്കിതിനെ എന്താ പറയുക, താജ്മഹലിൻ്റെ ആ ഭംഗി ഇതിന് മുഴുവനായിട്ട് കിട്ടിയിട്ടില്ല. ബീബി മക്ബറ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് തിരിച്ചിറങ്ങുകയാണ്. ഇതാണ് നമ്മൾ നേരത്തെ കയറി വന്ന ആ എൻട്രൻസ് കവാടം. നിങ്ങൾ ഈ വാതിൽ കണ്ട, ഇത് പിച്ചളയിൽ ഉണ്ടാക്കിയതാണ്. എന്തൊരു ഭംഗിയാണ്, അടിപൊളി വർക്കാണ് അതിൻ്റെ മുകളിലുള്ളത്, സൂപ്പറാണ്. ഓരോ നാരങ്ങ സോഡ കുടിക്കാമെന്ന് വിചാരിച്ച്, ഉപ്പും മധുരവും ചേർത്തിട്ട്. ബീബി മക്ബറയുടെ മുന്നിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ വെള്ളം കുടിക്കുന്നത്. ഇതൊരു അത്യാവശ്യം നല്ല ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. നല്ലൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ നാരങ്ങ സോഡ കുടിക്കട്ടെ.